സൂറത്ത് അൽ കഹ്ഫ് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ 62, 63, 64 ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഒന്ന് ഓതാം, ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا قال ذلك ما كنا نبغي فارتدا على آثارهما قصصا. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഖിളർ നബി അലൈഹിസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും സംഭവങ്ങളാണ് പറയുന്നത്. അതായത് ഒരു സദസ്സിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ടു ഏറ്റവും അധികം അറിവുള്ള വ്യക്തി ആരാണെന്ന്. അപ്പോൾ അദ്ദേഹമാണെന്ന് പറഞ്ഞതിനെ അള്ളാഹു പ്രായോഗികമായി തിരുത്തുകയാണ്. അദ്ദേഹത്തിന് അറിയാത്ത പല കാര്യങ്ങളും അറിയുന്ന അള്ളാഹുവിൻ്റെ മറ്റൊരു ദാസൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളത്. ഇവിടെ ഖിളർ പ്രവാചകനാണോ അല്ലയോ, ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും പ്രവാചകനാണെന്നതിനെയാണ് പിന്തുണച്ചുള്ളത്. അതായത് മില്ലതുന്ന ഇൽമ, എൻ്റെ അടുക്കെന്നുള്ള ഒരു പ്രത്യേകമായ വിജ്ഞാനം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതും, മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരു പ്രവാചകന് വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളത് തീർച്ചയായും വഹിയിലൂടെ കിട്ടിയ അറിവാണ് എന്നതും എല്ലാം ഉൾക്കൊള്ളുമ്പോൾ ആ അഭിപ്രായത്തിനാണ് മുൻഗണനയുള്ളത്. ഏതാവട്ടെ, നമുക്കിതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ആ സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത് വരാൻ പോകുന്ന ആയത്തിൽ അവർ കണ്ടുമുട്ടി പരസ്പരം സംസാരിക്കുന്ന രംഗമാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. അതായത് അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞു കൊടുത്ത അടയാളം, അത് ഓർമ്മ ഉണ്ടല്ലോ. അതായത് അവരുടെ കൂടെ ഒരു മത്സ്യമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ്റെയും കൂടെ ഒരു മത്സ്യമുണ്ട്. ആ മത്സ്യത്തെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങളുണ്ട്. ആ മത്സ്യം ജീവനുള്ള മത്സ്യമായിരുന്നു, അല്ല ചത്ത മത്സ്യമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം അവർ ഭക്ഷിച്ചിരുന്നു. എന്നിട്ട് അത് അള്ളാഹു അതിന് ജീവൻ കൊടുത്ത് അങ്ങനെയാണ് അത് എന്ത് ചെയ്തത്, കടലിലേക്ക് ചാടുന്നത്. അപ്പോൾ അവർ രാത്രി വിശ്രമിച്ച സ്ഥലത്ത് നിന്നാണ് ആ മത്സ്യം കൊട്ടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലത്താണ് മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടെത്താനുള്ള ആ വ്യക്തി ഉള്ളത്. പക്ഷേ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ആ മത്സ്യം അവിടെ നഷ്ടപ്പെട്ടു പോയ വിവരം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയാൻ വിട്ടുപോയി. അങ്ങനെ അവർ ആ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന രംഗമാണ് പറയണത്. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. فلما جاوزا, അങ്ങനെ അവർ രണ്ടുപേരും വിട്ടുകടന്നപ്പോൾ ആ മജ്മഅ, അവർക്ക് ആ കടലുകൾ സംഗമിക്കുന്ന അള്ളാഹുവിൻ്റെ ആ ദാസനെ അവർ കണ്ടെത്തേണ്ട ആ സ്ഥലം അവർ വിട്ടുകടന്നു. ആ വിട്ടുകടന്നപ്പോൾ കാലലി ഫത്താഹു, മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ആ വാലിയക്കാരനോട് പറഞ്ഞു, ആ യുവാവിനോട് പറഞ്ഞു, ആ സേവകനോട് പറഞ്ഞു, ആത്തിനാ ഗദാഅന, നമ്മളുടെ പ്രാതൽ നീ നമുക്ക് കൊണ്ടുവന്ന് തരിക. പ്രാതൽ എന്നാൽ രാവിലെയുള്ള ഭക്ഷണം. അപ്പോൾ ഈ സമയം രാവിലെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ആയത്ത് കൊണ്ട് പറ്റും. അങ്ങനെ തങ്ങളുടെ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലഖദ് ലഖൈനാ മിൻ സഫരിനാ ഹാദാ നസബ, തീർച്ചയായും ഈ യാത്ര നിമിത്തം
നാം വളരെയധികം ക്ഷീണത്തെ അഭിമുഖീകരിച്ചിരിക്കുന്നു, നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. വളരെ വിശാലമായ രണ്ട് ആശയങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ദുഃഖമോ ക്ഷീണമോ വിഷമമോ ഒന്നും നമ്മൾ അറിയാതിരിക്കപ്പോഴറിയോ നമുക്കൊരു നല്ല ലക്ഷ്യമുണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അറിയില്ല. നമ്മൾ വളരെ ഉഷാറായിട്ട് ഉന്മേഷത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ ലക്ഷ്യത്തിലേക്ക് പോകും. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം ഓർമ്മ വന്നതാണ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു മാനസികമായ അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ച്. വളരെയധികം അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയുമ്പോൾ നമുക്ക് പോലും ഭീതി ജനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഇപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹം ഗൾഫിൽ നിന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു. അപ്പോൾ ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യാത്ത സമയത്ത് മുഴുവനും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തി നാട്ടിൽ വന്നപ്പോൾ ഒരു ജോലിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് അറിയുക, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആലോചിക്കുകയാണ്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണല്ലോ. അങ്ങനെ അദ്ദേഹം എന്താ വെച്ചാൽ ആലോചിച്ച് അദ്ദേഹം അങ്ങോട്ട് പേടിച്ചിരിക്കുകയാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്. എന്താ ഇനി ചെയ്യുക, എന്താ സംഭവിക്കുക, അതാകെക്കൂടെ ഒരു ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നാളെ രാവിലെ തന്നെ എന്ത് ചെയ്യാൻ ഒരു ജോലി സ്വീകരിക്കുക. എൻ്റെ ശമ്പളവും കൂലിയും നോക്കണ്ട, ഒരു പണി രാവിലെ കുളിച്ചൊരുങ്ങി 8 മണിക്കൂർ ജോലി സ്ഥലത്ത് എത്തുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു 100-200 രൂപ, അതൊരു ലക്ഷ്യമാണ്. ജീവിതത്തിലൊരു തൊഴിലുമാണ് ഒരു ലക്ഷ്യം. ഇന്നത്തെ ദിവസത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളതാണ്. രാവിലെ ഉണരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യം, ഇന്ന് എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്. ഒരു പുതിയ ദിവസം വന്നിരിക്കുകയാണ്, എനിക്കിന്ന് എന്താണ് ചെയ്യാനുള്ളതെന്നാണ്. ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നതോടുകൂടെ, അതുകൊണ്ടാണ് പരീക്ഷ കാലങ്ങളിൽ കുട്ടികൾ ഉറക്കമൊഴിച്ച് പഠിക്കണം. അവർക്കൊരു ലക്ഷ്യമുണ്ട്, അതിന് മുന്നിൽ അവർ ക്ഷീണം അറിയില്ല. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, സ്വർഗം നേടുക എന്നുള്ളത്. നമ്മുടെ ക്ഷീണം നമ്മൾ അറിയില്ല. അപ്പോൾ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ മൂസാ നബി അലൈഹിസ്സലാം ക്ഷീണമൊന്നും അറിഞ്ഞില്ല. പക്ഷേ ലക്ഷ്യത്തിലെത്തിയപ്പോഴാണ് എന്ത് ചെയ്യണത്, ഫലമ്മാ ജാവസാ ഖാല ലിഫതാഹു ആതിനാ ഗദാഅനാ. അപ്പോൾ ആ ലക്ഷ്യസ്ഥാനം അത് വിട്ട് കടന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സേവകനോട് പറഞ്ഞു, ആതിനാ ഗദാഅന, നമ്മുടെ പ്രാതൽ കൊണ്ടുപോകും. അപ്പോഴാണ് ഭക്ഷണത്തെക്കുറിച്ചും വിശ്രമത്തെക്കുറിച്ചും കുളിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്. നമ്മളങ്ങനെയുള്ള ഒരു യാത്ര കഴിഞ്ഞ് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ഇനി നമുക്ക് കുറച്ച് വിശ്രമിക്കുക എന്ന് പറയും. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് വേണം, നേടേണ്ട ഒരു ലക്ഷ്യം വളരെ കൃത്യമായി മനസ്സിൽ വേണം. അപ്പോൾ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊന്നും വിചാരമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ഭാരമാണ്, ഇവിടുത്തെ ജീവിതം ഭാരമാണ്, ഇവിടുത്തെ എല്ലാ ചെറിയ പ്രയാസങ്ങളും ഏറെ മാരകമാണ്. അങ്ങനെ എന്നെ ഭക്ഷണം നീ കൊണ്ടുപോവാ. എന്നിട്ട് പറഞ്ഞ ലക്കത് ലക്കൈന മിൻ സഫറിന ഹാദ നസബ, ഈ യാത്ര നമുക്ക് വല്ലാതെ ക്ഷീണം ഉണ്ടാക്കി. അതിലുണ്ടൊരു കാര്യം, ഈ യാത്ര നമുക്ക് വളരെ വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ വേറൊരാളോട് പറയാന്നുള്ളതാണ് അല്ലേ. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, എനിക്ക് ഭയങ്കര പനിയുണ്ട് എന്നൊക്കെ നമുക്കൊരാളോട് പറയാം. അത് എന്തിനാണ് നമ്മൾ പറയണത്? അള്ളാഹു നമുക്ക് തന്നൊരു വിധിയിലുള്ള വിഷമം കൊണ്ടോ അതിലുള്ള ഒരു മാനസികമായ വെറുപ്പ് കൊണ്ടോ ഒന്നല്ല നമ്മൾ പറയണത്. മറിച്ച് നമ്മുടെ ഒരു വിഷമം മറ്റുള്ളവനെ അറിയിക്കാനും അതിലൂടെ അയാൾ നമുക്ക് ആശ്വാസം പകരാനും അതിനുള്ള പ്രതിവിധി ഉണ്ടാക്കാനും വേണ്ടി നമുക്കത് പറയുന്നതിന് ഒരു വിരോധവുമില്ല. നേരെ മറിച്ച് നമുക്ക് വന്നൊരു വിഷമത്തിൽ അസ്വസ്ഥരായി അതേപോലെ തന്നെ ആ വിധിയിലുള്ള ഒരു വിഷമം കൊണ്ട് നമ്മൾ പറയുന്നതിനെയാണ് തെറ്റെന്ന് പറയുന്നത്. അല്ലാതെ പറയാൻ അനുവാദമുണ്ട് എന്നാണ്. കാരണം മൂസാ നബി അലൈഹിസ്സലാം ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, പ്രാതൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടത് പറയുന്നതിനൊരു വിരോധവും ഇല്ല എന്നതാണ് പറയുന്നത്. ആ സംഭവം തുടരാണ്. ഫലമ്മാ ജാവസാ ഖാല ലിഫതാഹ്, അങ്ങനെ അവർ രണ്ടുപേരും ആ അതിര് അവർ വിട്ട് കടന്നു പോയപ്പോൾ എന്താണ്, ഖാലലി ഫത്താഹു, അദ്ദേഹം തൻ്റെ ആ സേവകനോട് പറഞ്ഞു, അതിനകഥന, നമ്മുടെ പ്രാതൽ ഭക്ഷണം നീ കൊണ്ടുപോവാ. ലഖദ് ലഖൈന മിൻ സഫരിന ഹാദാ നസബ, തീർച്ചയായും നമ്മുടെ ഈ യാത്ര നിമിത്തം നാം വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്, വളരെ വലിയ ക്ഷീണത്തെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്
എന്നാണ് പറയണത്. ഇനി നമ്മൾ അടുത്ത ആയത്ത് 63-ാമത്തെ ആയത്ത്. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت قال أرأيت إذ أوينا إلى الصخرة. അങ്ങനെ അവൻ പറഞ്ഞു. ഈ പറഞ്ഞത് ആ അദ്ദേഹത്തിൻ്റെ സേവകനായ വ്യക്തി പറഞ്ഞു. എന്താ? അറഅയ്ത, താങ്കൾ കണ്ടുവോ? ഇത് അവൈനാ ഇല സൊഹറ, ആ പാറയിലേക്ക് നാം ചെന്നെത്തിയപ്പോൾ. അവർ രാത്രി വിശ്രമിക്കാൻ വേണ്ടി, ഇത് രാവിലെയാണല്ലോ ഇപ്പോൾ പോയി പറയണത്, രാത്രി വിശ്രമിക്കാൻ വേണ്ടി, തലേന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ പാറയുടെ അടുക്കൽ നാം എത്തിയപ്പോൾ ഇന്നി നസീത്തുൽ ഹൂത്ത, ഞാൻ ആ മത്സ്യത്തെ പറ്റി മറന്നുപോയതാണ്. ഈ മത്സ്യം എപ്പോഴാണോ ചാടിപ്പോകുന്നത് ആ സന്ദർഭത്തിൽ എന്നോട് പറയണമെന്ന് മൂസാ നബി അലൈഹി സ്വലാം പലതവണ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയതാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? മറന്നുപോയി എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? മറന്നുപോയി. ആ മറന്നുപോയത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അത് പറയാൻ പറ്റിയില്ല. പക്ഷെ ആ മറന്നുപോയതിനെക്കുറിച്ച് അദ്ദേഹം പറയണത് വമാ അൻസാനീഹു ഇല്ല ഷെയ്ത്വാൻ അൻ അദ്കുറു, അത് ഒന്ന് ഉണർത്തുവാൻ, അങ്ങനെ ആ മത്സ്യം പോയിട്ടുണ്ട് എന്നുള്ള വിവരം താങ്കളോട് പറയുവാൻ എന്നെ മറപ്പിച്ച് കളഞ്ഞത് ആരാണ്? പിശാചല്ലാതെ മറ്റൊന്നുമല്ല. പിശാചാണ്, ഷെയ്ത്വാനാണ് എന്നെ അത് മറപ്പിച്ച്. അപ്പോൾ കാരണങ്ങളെ പിശാചിലേക്ക് ചേർത്ത് പറയാം. അള്ളാഹുവാണ് ഏതൊരു കാര്യത്തിനും നമുക്ക് തീരുമാനവും വിധിയും പറയുന്നത്. പക്ഷേ എല്ലാ മോശമായ കാര്യങ്ങളെയും പിശാചിലേക്ക് ചേർത്ത് പറയാം. അതാണ് ശരിക്കും ഇതിലുള്ള തത്വം. ഇപ്പോൾ മറവി എന്നുള്ളത് നമുക്ക് ദോഷകരമായൊരു കാര്യമാണിത് പിശാച്. അപ്പോൾ പിശാചിനെ എപ്പോഴും മനുഷ്യൻ എന്താണ്? തനിക്കുള്ള പ്രതികൂലതകളുടെ ഒരു പ്രതീകമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മളൊരു തിന്മയിലേക്ക് കൊണ്ടുവന്ന ഷെയ്ത്താനാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത് നമ്മൾ പറയും. അവിടെ മറന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വമാ അൻസാനിഹു ഇല്ല ഷെയ്ത്താൻ, പിശാചല്ലാതെ എന്നെ ആ കാര്യം എന്ത് ചെയ്തിട്ടില്ല? മറപ്പിച്ചിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ, അത് കണ്ടുപിടിക്കുവാൻ മാർഗമായി നിർദ്ദേശിക്കപ്പെട്ട ഈ മത്സ്യം വീണു പോകുന്നിടത്താണ് അതുള്ളത്. എന്നിട്ട് അത്രയും സുപ്രധാനമായൊരു കാര്യം എന്ത് ചെയ്തു? നേർക്കുനേരെ മത്സ്യം നഷ്ടപ്പെട്ടു എന്ന് കണ്ടിട്ടും അത് പറയാൻ ഞാൻ മറന്നുപോയത്. ഇത്രയും ഗൗരവപരമായൊരു കാര്യം, ഒരബദ്ധം എന്നിൽ സംഭവിപ്പിച്ചത് പിശാചാണ്. ആ കാരണത്തെ പിശാചിലേക്ക് എന്ത് ചെയ്തു? ചേർത്ത് പറയുന്നു എന്ന് മാത്രം. ഇത് വളരെ വലിയൊരു ഒരു അറിവാണ് നമുക്ക്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലാവസ്ഥകളെയും എന്താണ്? പിശാചിനോട് ചേർത്ത് പറയാം. അപ്പോൾ പിശാചിനെ കുറിച്ചുള്ളൊരു കാവൽ, ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. നമ്മുടെ ഏതൊരു ശരിയിലും അബദ്ധങ്ങൾ ഉണ്ടാക്കുവാനും, നമ്മളിൽ തിന്മ പ്രവർത്തിപ്പിക്കുവാനും, നമ്മുടെ ഉദ്ദേശങ്ങളെ തെറ്റിക്കുവാനും, നമ്മളുടെ പ്രവർത്തനങ്ങളെ പാഴാക്കി കളയുവാനും വേണ്ടി പിശാച് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരബദ്ധം സംഭവിച്ചപ്പോഴേക്കും അത് പിശാചിലേക്ക് ചേർത്ത് പറയാൻ കഴിയുന്നത്. പിശാചാണ് എൻ്റെ പ്രതികൂലതകൾക്ക് പിന്നിലുള്ളത് എന്നുള്ള ആ പൂർണ്ണമായ ബോധം, അതാണ് നമ്മളെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ എന്തുണ്ട്? ആ മത്സ്യം സമുദ്രത്തിൽ അതിൻ്റെ വഴിയെ, ആ മത്സ്യം പോയ മാർഗമുണ്ടല്ലോ, അത് ഒരത്ഭുതമാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ശരിക്കും പണ്ഡിതന്മാർ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉടുമ്പോ അങ്ങനത്തെ വല്ല ജീവികൾക്കൊക്കെ കയറിപ്പോകാൻ പറ്റുന്ന ഭൂമിയിലെ മാളങ്ങളെപ്പോലെ, ഒരു മാളം പോലെ ആയിരുന്നു എന്നാണ് ഈ മത്സ്യം ചാടിപ്പോയ വഴി. കാരണം അവർക്കൊരു അടയാളം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവാണ് ആ വെള്ളത്തിൻ്റെ പ്രവാഹത്തെ തടഞ്ഞു വെച്ചിട്ട് എന്ത് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ഒരു ഗുഹ പോലെ, ഒരു മാളം പോലെ ഒരവസ്ഥ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അവരെന്ത് ചെയ്യണത്? ആ മത്സ്യം പോയ വഴിയിലൂടെ പോയിട്ട് ആരെ കണ്ടുപിടിക്കുന്നത്? ആ ഖിദർ നബിയെ കണ്ടുപിടിക്കുന്ന അങ്ങനെയാണ്. അള്ളാഹു ഇപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്ന മത്സ്യം ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുക അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളുമാണ്. അതൊന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഖുർആൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമില്ലാത്ത കാര്യങ്ങൾ. ഏതായിരുന്നാലും ആ പോയ വഴിയിലൂടെയാണ് അവരെന്ത് ചെയ്യണത്? പോയിട്ട്. അപ്പോൾ അവിടെ അജബ, ഒരു അത്ഭുതകരമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മത്സ്യം പോയ വഴി എന്ത് ചെയ്തു? ഒരു ഗുഹ പോലെ, ഒരു മാളം പോലെ കിടക്കുന്നു എന്നുള്ളത് അവരിൽ എന്ത് ചെയ്തു? അത്ഭുതം, അദ്ദേഹത്തിൽ അത്ഭുതം ഉളവാക്കി, അത്ഭുതമുണ്ടാക്കി എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തു? അവർ
ആ അടയാളം മനസ്സിലാക്കുകയാണെന്ത്, ഈ മത്സ്യം വീണുപോയ സ്ഥലത്താണല്ലോ അവർക്ക് കണ്ടുപിടിക്കാനുള്ള വ്യക്തി ഉള്ളത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് ആ മത്സ്യത്തെ അന്വേഷിക്കണം. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്, قال ذلك ما كنا نبغي فارتدا على آثارهما قصصا قال ذلك ما كنا نبغي. അദ്ദേഹം പറഞ്ഞു, അതുതന്നെയാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത്, അതുതന്നെയാണ് നാം നമുക്ക് എത്തിപ്പെടേണ്ട ലക്ഷ്യസ്ഥാനം ഇതുതന്നെയാണ്. ആ മത്സ്യം വീണ് പോയി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് നമുക്ക് എത്തേണ്ടത് എന്നാണ്. നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, അതായത് അറിവ് അന്വേഷിച്ച് പോകുന്നതിന് വേണ്ടി എന്ത് കടുത്ത ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും ഒരു വിശ്വാസിക്ക് അതൊരു പ്രശ്നമേ ഇല്ല. കാരണം എന്താ അറിയോ, അറിവാണ് ഈമാൻ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മുടെ വിശ്വാസം എന്നത് അറിവാണ്. അറിവിലൂടെ മാത്രമേ വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് ഇൽമിന് വളരെ വലിയ പ്രാധാന്യമാണ്. പണ്ഡിതന്മാർ ഈ സംഭവത്തിലെ ഗുണപാഠങ്ങളിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എന്ത് അറിയോ, അറിവ് അന്വേഷിച്ച് പോകുന്ന രംഗത്ത് മനുഷ്യൻ ഏറ്റെടുക്കേണ്ട ത്യാഗം. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം സുഹൃത്തുക്കളെ. ദീന് പഠിക്കാൻ ത്യാഗം ആവശ്യമില്ലാത്തൊരു കാലഘട്ടമാണിന്ന്, മനസ്സിലായി. നമുക്ക് എവിടെയും തേടിപ്പോണ്ട. കാരണം ഇന്നിപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ മുന്നിലുള്ള പിന്നെ നെറ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷേ നമ്മളൊരു വ്യവസ്ഥാപിതമായൊരു സമയം നമ്മുടെ ജീവിതത്തിൽ നീക്കി വെച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അവിടെ അംലിയ ഹുക്കുബ എന്നാണ് പറഞ്ഞത്. അതായത് എത്ര കാലം പോകേണ്ടി വന്നാലും ഞാൻ പോകുന്നു. അള്ളാഹു നിശ്ചയിച്ച അറിവ് പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ വ്യക്തിനെ കണ്ടുമുട്ടാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യേണ്ടി വന്നാലും ഞാൻ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാമെ ഇറങ്ങുന്നത്. അപ്പോൾ വിജ്ഞാനത്തിന് എത്ര പ്രാധാന്യമുണ്ട്. വിജ്ഞാനം അന്വേഷിച്ച് ഇറങ്ങുന്നവൻ സഹലല്ലാഹു ലഹു ത്വരീഖൽ, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നതാണ്. അതായത് വിജ്ഞാനം പഠിക്കാനുള്ള വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചു എന്നാണ്. ആ വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലക്കുകൾ രണ്ട് കാര്യമാണ് പ്രാർത്ഥിക്കണം. ഒന്ന്, അയാൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ നിന്ന് കുറച്ച് നേരം ഒരു ഖുർആൻ കേൾക്കാനോ ഖുർആൻ ക്ലാസ്സിലേക്കോ ദീനി ക്ലാസ്സിലേക്കോ വരുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഭൗതിക നഷ്ടത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും, ആ ഒരു ദിവസം അരമണിക്കൂറെടുത്ത കച്ചവടത്തിൽ ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കുക. പക്ഷേ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിനും ബർക്കത്തിനും വേണ്ടിയാണ്. അതിനേക്കാളും വലുതാണോ സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കുന്ന അധ്വാനങ്ങൾ? പിന്നെ പാപമോചനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത്ര അത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കടലിലെ മത്സ്യങ്ങൾ വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് വേണം, ഉറുമ്പുകൾ വരെ. അപ്പം അങ്ങനത്തെ അത്രമാത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അറിവിനെ അന്വേഷിക്കൽ. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്, ഞാൻ എത്ര കാലം വേണമെങ്കിലും ഈ അന്വേഷണ യാത്ര തുടരുന്നതാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന അന്വേഷിച്ച സ്ഥലം അതാകുന്നു എന്നാണ്. അങ്ങനെ ഫർത്തദ്ദാ അല ആസാരിഹിമാ ഖസസ. അങ്ങനെ അവരെന്ത് ചെയ്തു, രണ്ടാളും തങ്ങളുടെ കാൽപ്പാടുകളെ നോക്കിക്കൊണ്ട് മടങ്ങി. അതായത് അവർ ഈ സ്ഥലം കഴിഞ്ഞു പോയിട്ടുണ്ട്, പിന്നെ അവർ നടന്നു പോയ അതേ സ്ഥലം നോക്കിയിട്ട് അവർ തിരിച്ചു വന്നിട്ട് ആ പാറൻ്റെ അടുക്കൽ ആ രണ്ട് കടലുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ആ മത്സ്യം ചാടിപ്പോയ വഴിയുടെ അവിടെ എത്തിയിട്ട് ആ അടിമനെ അന്വേഷിക്കുകയും അങ്ങനെ അന്വേഷിച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി അദ്ദേഹവുമായി സംഗമിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യണത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ആയത്തൊരു സംഭവം പറയാണ്, നമുക്കറിയാം ഇനി അതിനുശേഷം സംഗമിക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഇന്നെടുത്ത ഈ ആയത്തുകൾ തന്നെ നമ്മൾ സൂക്ഷ്മമായി വായിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആശയമല്ല കേട്ടോ, നമ്മൾ അതിനെ തദബ്ബുർ ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ ആശയങ്ങളാണ് കിട്ടുക. ഒന്നാമത്തെ എന്താ അറിയോ, പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ളൊരു മര്യാദ. അതായത് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ സേവകന്മാരാവാം, നമ്മളെക്കാളും താഴ്ന്നവരാവാം, ഉയർന്ന, പക്ഷെ അവരെ കൂട്ടി ഒന്നിച്ച ഭക്ഷണം കഴിക്കേണ്ടത്. ചിലപ്പോൾ ഈ വലിയ സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ചില ആളുകൾ, എല്ലാവരും അങ്ങനെയല്ല, ചില ആളുകൾ വളരെ അധികം പിന്നെ പോലെ തന്നെ കണ്ട് തൻ്റെ ഡ്രൈവറെയും ആളെയും കൂട്ടുന്ന ആൾക്ക്. പക്ഷേ ചില ആളുകൾ എന്താ അറിയോ, ചില ആളുകൾ എന്ത് ചെയ്യും, അവർ തന്നെ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ മുതലാളിൻ്റെ കൂടെ ഇരിക്കണ്ട വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അവരൊഴിഞ്ഞു പോയിരിക്കും. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാൻ അവരോട് പറയും. അപ്പോൾ അവർ ഏറ്റവും മിനിമം കാര്യമല്ലേ ഓർഡർ ചെയ്യുള്ളൂ. നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം നമ്മുടെ കൂടെ ഇരുത്തി കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട. അതാണ് ആത്തിന കഥാന, നമ്മുടെ പ്രാതൽ എന്നാൽ എനിക്കും നിനക്കുള്ള പ്രാതൽ നീ കൊണ്ടുപോകാന്ന, എന്നിട്ട് ഒന്നിച്ച് കഴിക്കുക ചെയ്യണത്.
അതൊക്കെ വളരെ വലിയ, ഞാൻ പറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ അതിനെ നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൂടെ പഠിക്കുമ്പോൾ എന്തെല്ലാം അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഒന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്, ഒരു ലക്ഷ്യം ഇല്ലാത്ത ആളുകൾ ക്ഷീണിതരായിരിക്കും. ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ ഏത് രോഗത്തെയും ആരോഗ്യത്തേക്ക് മറന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു സന്ദേശം നമുക്ക് കിട്ടി. ഭക്ഷണത്തിൻ്റെ ഒരു മര്യാദ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി. നമ്മുടെ ഒരു വിഷമം മറ്റവരോട് പറയാം, അതിനോടുള്ള ഒരു വിഷമം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിധിയിലുള്ള ഒരു വിഷമം കൊണ്ടോ ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. തിന്മയായ എല്ലാ കാര്യങ്ങളും പിശാചിലേക്ക് ചേർത്താണ് പറയേണ്ടത് എന്നുള്ള ഒരു കാര്യം നമുക്ക് ലഭിച്ചു. ധാരാളം ഗുണപാഠങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിപ്പോകുമ്പോൾ, വായിച്ചു പോകുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങളെ ശരിയായി പഠിക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിൻ്റെ അടുത്ത സംഭവങ്ങളിലേക്കാണ് കടക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാമും ഖിദർ നബിയും ഒന്നിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളും അതിൽ അള്ളാഹു പിന്നീട് തരുന്ന വിശദീകരണവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും വേവലാതികളെയും അകറ്റാൻ മാത്രമുള്ള ആശയ സമ്പുഷ്ടത യഥാർത്ഥത്തിൽ ഈ സംഭവത്തിനുണ്ട്. അള്ളാഹു അത് പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിച്ച് സമാധാനപൂർണ്ണമാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്കിത് ഓതിയിട്ട് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا قال ذلك ما كنا نبغي فارتدا على آثارهما قصصا. അള്ളാഹു ഖുർആൻ തുടർന്ന് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.